സോ നമുക്ക് ജോർജിയൻ റെസ്റ്റോറൻറ്റിലേക്ക് പോവാം, ജോർജിയൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും എത്തുന്ന മലയാളികൾ മിക്കവാറും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, നമ്മൾ പുറത്ത് പോയാലും ഏറെക്കുറെ പോവുക ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് തന്നെയായിരിക്കും. ഞാനും ആദ്യമൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നെങ്കിലും പിന്നെ ആലോചിച്ചപ്പോൾ തോന്നി ഇന്ത്യൻ ഫുഡ് നമുക്ക് വീട്ടിൽ നിന്ന് കുക്ക് ചെയ്യാമെന്നല്ലേ ഉള്ളൂ, നമുക്കതാണല്ലോ പരിചയം. അപ്പോൾ ബാക്കിയുള്ള സമയം ആ പൈസ വെച്ചിട്ട് നമുക്ക് വേറെ വേറെ രാജ്യത്തെ വേറെ വേറെ ഡിഷസ് പരിചയപ്പെടുന്നതല്ല അതിൻ്റെ ഭംഗി. അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത്. എനിക്ക് കച്ചപ്പൂരിയാണ് ഇവിടെ ഏറ്റവും മസ്റ്റായിട്ട് കഴിക്കേണ്ടത്. എപ്പോഴും ആ ഹോട്ട് ഷേപ്പിലുള്ള സാധനം കണ്ടിട്ട് അതെന്താണെന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. സോ ലെറ്റ്സ് സീ. We have everything here. This is the kachapuri I was waiting. Oh my god, look at that. I'm gonna eat it. And this has some dumpling. It's called King Kali. And this is something with chicken, like kebab. And this is a beef roast. So all together, let's കാണുന്ന സാധനമാണ് കേട്ടോ കച്ചപ്പൂരി എന്ന് പറയുന്നത്. ഇത് ഞാൻ എൻ്റെ ജോർജിയൻ ഫ്രണ്ടിന് അയച്ചു കൊടുത്തപ്പോൾ അവൻ പറഞ്ഞത് ഇതിലും ഭേദം അവനെ കൊല്ലായിരുന്നില്ല എന്നാണ്. കാരണം ഇതിലുള്ള മുട്ടയും ചീസും ഒന്ന് കലക്കിയെടുത്ത് ആ ബ്രെഡ് കൈ കൊണ്ട് മുറിച്ച് മുക്കി വേണമായിരുന്നു അതിൽ തിന്നാൻ വേണ്ടി. ഞാനങ്ങനെ ചെയ്യാത്തത് കൊണ്ട് അവനത് വളരെ വിഷമമായി എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ഫോർക്കൊക്കെ യൂസ് ചെയ്ത് നശിപ്പിച്ചു എന്നാണ് അവൻ പറഞ്ഞത്. പിന്നെ ഞാൻ കഴിച്ചത് അവിടുത്തെ ഡംപ്ലിംഗ് ആണ്. ഇതാണ് ഡംപ്ലിംഗ്. ഇതിൻ്റെ പേര് കിൻകാളി എന്നാണ്. ഇതിനെപ്പറ്റി വേറൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് കഴിക്കുന്നതിനൊരു പ്രത്യേക രീതി തന്നെ ഉണ്ട്. ഇത് മറ്റ് ഡംപ്ലിങ്ങിനേക്കാളും വളരെ വലുതാട്ടോ. കയ്യിലങ്ങനെ, അതായത് നമ്മളുടെ ഡംപ്ലിങ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് വളരെ വലുതായിട്ടാണ് തോന്നിയത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലൊരു ജ്യൂസ് കൂടെ ഉണ്ടാവും, ഒരു എന്താ പറയുക, സൂപ്പ് പോലൊരു സാധനം. അത് ആദ്യം നമ്മൾ വലിച്ചെടുക്കണം. ഇതിൻ്റെ ഒരു കോർണർ കടിച്ചിട്ട് അതുമാത്രം ഇങ്ങനെ വലിച്ചുള്ളിലേക്ക് എടുത്തിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലെ മീറ്റ് കഴിക്കാൻ വേണ്ടി. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആൻഡ് അത് ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ കബാബും ചിക്കൻ കബാബും ബീഫ് റോസ്റ്റൊന്നും നമ്മുടെ അത്ര വന്നില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ബട്ട് വൺ ടൈം ട്രൈ ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ്. എനിവേ, ബൈ.